വലിയ ഡൗട്ടാണല്ലേ ഒരു കെമിക്കൽ ഇക്വേഷൻ എങ്ങനെയാണ് ബാലൻസ് ചെയ്യുക എന്നത്. നമ്മുടെ എക്സാമിന് ഷുവർ ആയിട്ട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. നമുക്കൊരു കെമിക്കൽ ഇക്വേഷൻ തന്നിട്ട് അത് ബാലൻസ് ചെയ്യാനായിട്ട് അവർ ഈസി ആയിട്ട് സമീകൃത രാസ സമവാക്യം അഥവാ ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷൻ എങ്ങനെയാണ് എഴുതാൻ നോക്കിയാലോ. How to balance a chemical equation. അപ്പോൾ എന്താണ് ഒരു കെമിക്കൽ ഇക്വേഷൻ? ഒരു ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷനിൽ നമ്മൾ ഒരു രാസ സമവാക്യം എഴുതുമ്പോൾ അഭികാരകങ്ങളുടെ ഭാഗത്തും ഉൽപ്പന്നങ്ങളുടെ ഭാഗത്തും, അതായത് നമ്മുടെ റിയാക്ടന്റിന്റെ സൈഡിലും പ്രൊഡക്റ്റിന്റെ സൈഡിലും എന്ത് വേണം? ഒരേ ഇനം മാറ്റങ്ങളുടെ എണ്ണം തുല്യമായിരിക്കണം. അപ്പൊ ഇങ്ങനെയുള്ള രാസസമവാക്യങ്ങളെയാണ് നമ്മൾ സമീകൃത രാസസമവാക്യം അഥവാ ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷൻ എന്ന് പറയുന്നത്. നമ്മുടെ കെമിക്കൽ ഇക്വേഷന്റെ റിയാക്ടന്റ് സൈഡിലും പ്രൊഡക്റ്റ് സൈഡിലും ഒരേ ടൈപ്പ് ആറ്റങ്ങളുടെ എണ്ണം ഒരുപോലെ ഇരിക്കണം. അങ്ങനെയുള്ളവരാണ് നമ്മുടെ ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷനുകൾ. ഓക്കെ അല്ലേ? അപ്പൊ നമുക്ക് നോക്കാം. ഇതാ നോക്കിക്കേ, കാർബണും ഓക്സിജനും റിയാക്ട് ചെയ്ത് കാർബൺ ഡൈ ഓക്സൈഡ് ആകുന്ന റിയാക്ഷൻ ആണ് തന്നിട്ടുള്ളത്. അപ്പൊ ഇത് ബാലൻസ്ഡ് ആണോ, ഇത് സമീകൃതമാണോ എന്ന് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കിയാലോ. അപ്പൊ കാർബണും ഓക്സിജനും ആണ് നമ്മുടെ ആറ്റങ്ങൾ അല്ലെ. കാർബണും ഉണ്ട്, ഓക്സിജനും ഉണ്ട്. അപ്പൊ കാർബൺ എത്ര ആറ്റങ്ങളുണ്ട് നമ്മുടെ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ? ലെഫ്റ്റ് ഹാൻഡ് സൈഡ് അതായത് നമ്മുടെ ആരോയുടെ ഇടത് ഭാഗത്ത് അല്ലെ. കാർബൺ ഡൈ ഓക്സൈഡ് നമ്മുടെ ആരോയുടെ വലത് ഭാഗത്താണ്, അത് റൈറ്റ് ഹാൻഡ് സൈഡിലുള്ളതാണ്. ഓക്കെ, റൈറ്റ് ഹാൻഡ് സൈഡിൽ ഉള്ളതാണ്. ഓക്കെ അല്ലേ? അപ്പൊ ലെഫ്റ്റ് ഹാൻഡ് സൈഡിലും റൈറ്റ് ഹാൻഡ് സൈഡിലുള്ള ആറ്റങ്ങളുടെ എണ്ണം നമുക്കൊന്ന് എഴുതി നോക്കാം അല്ലെ. അപ്പൊ നമുക്ക് നോക്കാം, കാർബൺ എത്ര എണ്ണം ഉണ്ട്? കാർബൺ ഇവിടെ ഒറ്റ കാർബണേ ഉള്ളൂ. ഓക്സിജൻ ഇവിടെ 2 ഓക്സിജൻ ഉണ്ട്. ഇവിടെ കാർബണും ഒറ്റ കാർബണേ ഉള്ളൂ, ഓക്സിജൻ 2 എണ്ണം ഉണ്ട്. ഓക്കെ, അപ്പൊ 1 1 2 2 എന്നാണ് നമുക്ക് കിട്ടുന്നത്. സെയിം ആണല്ലേ? അപ്പൊ ഇത് ബാലൻസ്ഡ് ആണ്. അപ്പൊ ഇത് ബാലൻസ്ഡ് ആണ്. ഇതുപോലെ തന്നെ നമുക്ക് വേറൊരു എക്സാമ്പിൾ കൂടി നോക്കിയാലോ. ഓക്കെ, ഇതാ നോക്കിക്കേ, H2 + Cl2 2HCl എന്നാണ് തന്നിട്ടുള്ളത്. അപ്പൊ നമുക്ക് ഈസി ആയിട്ട് നോക്കാം. ഇവിടെ ഹൈഡ്രജനും ഉണ്ട്, ക്ലോറിനും ആണ് ഉള്ളത്. നമ്മുടെ ലെഫ്റ്റ് ഹാൻഡ് സൈഡിലും റൈറ്റ് ഹാൻഡ് സൈഡിലും ഉള്ള ആറ്റങ്ങളുടെ എണ്ണം നമുക്ക് നോക്കാം. ഹൈഡ്രജൻ ഇവിടെ 2 ആറ്റമാണുള്ളത്, ക്ലോറിന്റെ 2 ആറ്റമാണുള്ളത്. അതുപോലെ HClന്റെയും 2 ഹൈഡ്രജൻ ആറ്റംസ് ഉണ്ട്, ഇവിടെ 2 Cl ആറ്റംസ് ഉണ്ട്. ഓക്കെ, അപ്പൊ 2 2 2 2 എന്ന് വന്നിട്ടുണ്ട്. അപ്പൊ ഇതെന്താണ്? ബാലൻസ്ഡ് ആണ്, സമീകൃതമാണ് അല്ലെ. സമീകൃതമാണ്, ബാലൻസ്ഡ് ആണ്. ഓക്കെ, അപ്പൊ ഇനി അടുത്തൊരു ഇക്വേഷൻ നോക്കിക്കേ. ഇതാ Zn + HCl ZnCl2 + H2 എന്നാണ് തന്നിട്ടുള്ളത്. അപ്പൊ ഇത് ബാലൻസ്ഡ് ആണോ എന്ന് നമുക്കൊന്ന് ചെക്ക് ചെയ്യാം അല്ലേ. ഓക്കെ, അപ്പൊ അവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ആരൊക്കെയാണ് ഉള്ളത്? സിങ്ക് ഉണ്ട്, ഹൈഡ്രജൻ ഉണ്ട്, ക്ലോറിൻ ഉണ്ട് അല്ലേ. ഓക്കെ, ഇനി ലെഫ്റ്റ് ഹാൻഡ് സൈഡിലും റൈറ്റ് ഹാൻഡ് സൈഡിലുമായിട്ട് ആറ്റങ്ങളുടെ എണ്ണം നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. ഓക്കെ അല്ലേ? അപ്പൊ ഇവിടെ സിങ്കിന്റെ ഒരൊറ്റ ആറ്റമാണ് ഉള്ളത്, ഹൈഡ്രജന്റെ ഒറ്റ ആറ്റം, ക്ലോറിന്റെയും ഒരൊറ്റ ആറ്റം. RHSൽ നമുക്ക് നോക്കാം. സിങ്കിന്റെ ഒറ്റ ആറ്റം, ക്ലോറിന്റെ 2 ആറ്റം ഉണ്ട്, ഹൈഡ്രജന്റെ 2 ആറ്റം ഉണ്ട്. ഓക്കെ, അപ്പൊ ഇത് ബാലൻസ്ഡ് ആണോ? ബാലൻസ്ഡ് അല്ല അല്ലേ. ആറ്റങ്ങളുടെ എണ്ണം സെയിം ആയിട്ട് വരുന്നില്ല. സോ ഇത് അൺബാലൻസ്ഡ് ആണ് അല്ലെ. അൺബാലൻസ്ഡ് ആണ്. അപ്പൊ നമുക്കിത് ബാലൻസ്ഡ് ആക്കണം. നമുക്കിതിനെ ഒരു സമീകൃത രാസസമവാക്യമാക്കിയിട്ട് മാറ്റണം. അപ്പോൾ വളരെ ഈസിയാണ്. അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഇവിടെ സിങ്ക് നോക്കിക്കഴിഞ്ഞാൽ 1 1 ആണ്, സെയിം ആണ്. ഓക്കെ, ഹൈഡ്രജൻ 1 ഉം 2 ആണല്ലേ. അപ്പൊ നമ്മൾ ഹൈഡ്രജനെ എന്താക്കണം? 2 ആക്കണം. അപ്പൊ അതിന് എന്ത് ചെയ്താൽ മതി? ഇവിടെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അപ്പൊ നമുക്ക് 2 എന്ന് കിട്ടി. അപ്പൊ ഹൈഡ്രജന്റെ അവിടെ മിസ് എന്ത് ചെയ്യാൻ പോവാണ്? 2 എന്ന് ഇട്ട് കൊടുക്കാൻ പോവാണ്. അപ്പൊ ഇവിടെ നമുക്ക് 2 എന്ന് ഇട്ട് കൊടുക്കാം. 2. അപ്പൊ ഇവിടെ ഹൈഡ്രജൻ 2 ആയപ്പോൾ ക്ലോറിന്റെ എണ്ണത്തിന് മാറ്റം സംഭവിച്ചു അല്ലേ. ക്ലോറിനും എന്തായി? 2 ആയി. ഈ 2 ക്ലോറിനും ബാധകമാണ്. അപ്പൊ ക്ലോറിന്റെ എണ്ണം 2 ആയി. അപ്പൊ 1 അല്ല, ഇപ്പൊ ക്ലോറിന്റെ എണ്ണം എന്താണ്? 2 ആയി. ഓക്കെ, ക്ലോറിൻ 2 ആയി. അപ്പൊ ഇനി നിങ്ങളൊന്ന് നോക്കിക്കേ. ഇവിടെ സിങ്ക് 1 ആണ്, RHSലും 1 ആണ്. ഹൈഡ്രജൻ ഇവിടെ 2 ആണ്, RHSലും 2 ആണ്. ക്ലോറിൻ 2 ആണ്, അതുപോലെ RHSലും 2 ആണ്. ഓക്കെ അല്ലേ? അപ്പൊ ഇവിടെ എന്തായി? ബാലൻസ്ഡ് ആയി. Zn + 2HCl ZnCl2 + H2 എന്ന് പറഞ്ഞാൽ അതൊരു ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷൻ ആണ്. ഇത് ഇപ്പോൾ ബാലൻസ്ഡ് ആയി അഥവാ സമീകൃത രാസസമവാക്യമായി മാറി അല്ലേ. ഈസി ആണല്ലോ. അതുപോലെ ഇത് നോക്കിക്കേ, H2 + O2 gives
H2O എന്നാണ് നമുക്ക് തന്നിട്ടുള്ളത് അല്ലേ. അപ്പോൾ ഇത് നമുക്ക് ഇതുപോലെ തന്നെ ചെക്ക് ചെയ്യാം. ഇവിടെ ഹൈഡ്രജൻ ഉണ്ട്, ഓക്സിജൻ ഉണ്ട്. ലെഫ്റ്റ് ഹാൻഡ് സൈഡും റൈറ്റ് ഹാൻഡ് സൈഡും നമുക്കൊന്ന് നോക്കാം. ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ 2 ഹൈഡ്രജൻ ഉണ്ട് അല്ലേ. അതുപോലെ ഓക്സിജനും എത്ര എണ്ണം ഉണ്ട്? 2 ഓക്സിജൻ ഉണ്ട് അല്ലേ. ഓക്കെ, ഇനി റൈറ്റ് ഹാൻഡ് സൈഡിലോ 2 ഹൈഡ്രജൻ ഉണ്ട്. അതുപോലെ ഓക്സിജൻ ഒരൊറ്റ ഓക്സിജനേ ഉള്ളൂ. അപ്പോൾ ഇത് ബാലൻസ്ഡ് ആണോ? ബാലൻസ്ഡ് അല്ല, സമീകൃതം അല്ല അല്ലേ. 2 2 2 1 എന്നാണ് വന്നിട്ടുള്ളത്. സെയിം ആയിട്ട് വരുന്നില്ല ഓക്സിജന്റെ എണ്ണം. അപ്പോൾ നമുക്ക് പറയാം ഇത് സമീകൃതം അല്ല. അപ്പോൾ നമുക്കിതിനെ എങ്ങനെ ബാലൻസ്ഡ് ആക്കാം? എങ്ങനെ ആക്കാം? ഇത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകും ഇവിടെ ഓക്സിജന്റെ എണ്ണമാണ് ബാലൻസ്ഡ് അല്ലാത്തത് അല്ലേ. അപ്പോൾ ഇവിടെ 2 ആണ്, ഇവിടെ 1 ആണ്. അപ്പോൾ നമുക്കിവിടെ 2 എന്നിട്ട് കൊടുക്കാം. 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടി? 1 × 2 2 അല്ലേ. അപ്പോൾ ഓക്സിജന്റെ RHSൽ നമ്മൾ 2 എന്നിട്ട് കൊടുത്താൽ മതി. അപ്പോൾ മിസ് ഇവിടെ 2 എന്ന് ഇട്ട് കൊടുത്തു. ഓക്കെ, അപ്പോൾ ഇവിടെ 2 ഓക്സിജൻ ആയി. പക്ഷേ ഹൈഡ്രജന്റെ എണ്ണത്തിൽ ചേഞ്ച് വന്നല്ലേ. ഹൈഡ്രജന്റെ എണ്ണം ഇപ്പൊ എത്രയായി? 2 × 2 4 ആയി അല്ലേ. 2 × 2 4 ആയി. അപ്പോൾ ഇവിടെ 2 അല്ല ഇപ്പോൾ ഹൈഡ്രജന്റെ എണ്ണം. ഹൈഡ്രജന്റെ എണ്ണം 4 ആയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ 4 ആയിട്ടുണ്ടെങ്കിൽ ഇവിടെയും നമ്മൾ 4 ആക്കണം അല്ലേ. അപ്പോൾ ഇവിടെ 4 ആക്കണം എന്ത് ചെയ്താൽ മതി? 2 കൊണ്ടൊന്ന് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അപ്പോൾ 4 ആകും അല്ലേ. അപ്പോൾ 2 കൊണ്ടൊന്ന് മൾട്ടിപ്ലൈ ചെയ്ത് കൊടുക്കുക നമ്മുടെ LHSൽ. മിസ് ഇവിടെ 2 എന്നിട്ട് കൊടുത്തു. അപ്പോൾ 2 × 2 4 ആയി. ഓക്കെ അല്ലേ. അപ്പോൾ ഇവിടെ ഹൈഡ്രജന്റെ എണ്ണം 4 അതുപോലെ ഓക്സിജൻ 2 2 ബാലൻസ്ഡ് ആയി. ഇപ്പോൾ ഇതൊരു സമീകൃത രാസസമവാക്യമായി, ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷൻ ആയി. ഈസി അല്ലേ. അപ്പോൾ ഇനി ഇത് നോക്കിക്കേ. മെഗ്നീഷ്യം + O2 മെഗ്നീഷ്യം ഓക്സൈഡ് ആണ് തന്നിട്ടുള്ളത്. അപ്പോൾ ഇവിടെയുള്ള ആൾക്കാരെ നമുക്ക് മെഗ്നീഷ്യം ഉണ്ട്, ഓക്സിജൻ ഉണ്ട് അല്ലേ. ഇനി LHSും RHSും നമുക്ക് ചെക്ക് ചെയ്യാം. ഇവിടെ മെഗ്നീഷ്യത്തിന്റെ ഒറ്റ ആറ്റമാണുള്ളത്, ഓക്സിജന്റെ 2 ആറ്റമാണ് ഉള്ളത്. അതുപോലെ RHSൽ മെഗ്നീഷ്യം ഒറ്റ ആറ്റമാണുള്ളത്, ഓക്സിജന്റെ ഒറ്റ ആറ്റമാണുള്ളത്. ഓക്കെ, അപ്പോൾ ഇത് ബാലൻസ്ഡ് ആണോ? ബാലൻസ്ഡ് അല്ല. ഇവിടെ ഓക്സിജന്റെ എണ്ണത്തിൽ വ്യത്യാസമുണ്ട്, അതുകൊണ്ട് ഇത് അൺബാലൻസ്ഡ് ആണ്. അപ്പോൾ നമുക്കിതിനെ ബാലൻസ്ഡ് ആക്കണ്ടേ. അപ്പോൾ എന്താ ചെയ്യേണ്ടത്? ഇവിടെ 1 1 ആണ്, ഇവിടെ 2 1 ആണ് അല്ലേ. അപ്പോൾ നമുക്കിവിടെ 2 ആക്കാൻ വേണ്ടി 2 കൊണ്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്ത് കൊടുക്കുന്നു അല്ലേ. 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. അപ്പോൾ നമുക്കിവിടെ 2 കിട്ടും. ഓക്കെ, അപ്പോൾ മിസ് ഇവിടെ 2 എന്ന് ഇട്ട് കൊടുക്കാൻ പോവാണ്. നമ്മുടെ റൈറ്റ് ഹാൻഡ് സൈഡിലായിട്ട് മിസ് 2 എന്ന് ഇട്ട് കൊടുത്തു. ഓക്കെ, അപ്പോൾ ഇവിടെ ഓക്സിജന്റെ എണ്ണം 2 ആയി. മെഗ്നീഷ്യത്തിന്റെ എണ്ണത്തിൽ ചേഞ്ച് വന്നു. മെഗ്നീഷ്യത്തിന്റെ എണ്ണം 2 ആയി അല്ലേ. അപ്പോൾ മെഗ്നീഷ്യത്തിന്റെ എണ്ണം ഇപ്പോൾ 1 അല്ല. മെഗ്നീഷ്യത്തിന്റെ എണ്ണം 1 അല്ല, ഇപ്പോൾ 2 ആണ്. ഓക്കെ, അപ്പോൾ മെഗ്നീഷ്യത്തിന്റെ എണ്ണം അവിടെ 2 ആയെങ്കിൽ ഇവിടെയും നമ്മൾ 2 ആക്കണ്ടേ. അപ്പോൾ ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം? 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ 2 സൈഡും ഈക്വലായി. അപ്പോൾ ഇവിടെ എന്ത് ഇടണം? 2 ഇടണം. ഓക്കെ അല്ലേ. അപ്പോൾ നമ്മൾ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ 2 ഇട്ട് കൊടുത്തു. അപ്പോൾ 2 മെഗ്നീഷ്യം 2 ഓക്സിജൻ, ഇവിടെയും 2 ഓക്സിജൻ. ഇത് ബാലൻസ്ഡ് ആയി. ഓക്കെ അല്ലേ. ബാലൻസ്ഡ് ആയി. ഈസി ആണല്ലോ. അപ്പോൾ ഇത് നോക്കിക്കേ. N2 + H2 NH3 എന്നാണ് തന്നിട്ടുള്ളത്. നൈട്രജനും ഹൈഡ്രജനും ചേർന്ന് അമോണിയ ഉണ്ടാവുന്നതാണ്. അപ്പോൾ ഇവിടെ നൈട്രജൻ ഉണ്ട്, ഹൈഡ്രജൻ ഉണ്ട്. LHSും RHSും നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. LHSൽ നൈട്രജൻ 2 എണ്ണം ഉണ്ട് അല്ലേ. അപ്പോൾ അത് എഴുതാം. ആൻഡ് ഹൈഡ്രജനും 2 എണ്ണം ഉണ്ട്. ആൻഡ് RHSൽ നോക്കിയാലോ നൈട്രജൻ ഒറ്റ എണ്ണേ ഉള്ളൂ, ഹൈഡ്രജൻ 3 എണ്ണം ഉണ്ട്. ഓക്കെ, അപ്പോൾ ബാലൻസ്ഡ് ആണോ? ബാലൻസ്ഡ് അല്ല. ഓക്കെ, അപ്പോൾ നമുക്കിതിനെ ബാലൻസ് ചെയ്യാം. ഇതിനെ ബാലൻസ് ചെയ്യാൻ നമ്മൾ എന്താ ചെയ്യേണ്ടത്? എണ്ണം നോക്കാം അല്ലേ. നൈട്രജൻ ഇവിടെ 2 ആണ്, ഇവിടെ 1 ആണ്. അപ്പോൾ ഇവിടെ 2 ആക്കാൻ നമ്മൾ എന്ത് ചെയ്യണം? 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. 1 × 2 നമുക്ക് 2 കിട്ടും. ഓക്കെ, അപ്പോൾ ഇവിടെ മിസ് എന്ത് ചെയ്യാൻ പോവാണ്? 2 ഇട്ട് കൊടുക്കാൻ പോവാണ്. അപ്പോൾ 2 നൈട്രജൻ ആയി. ഹൈഡ്രജന്റെ എണ്ണത്തിൽ ചേഞ്ച് വന്നു. എത്രയായി? 3 × 2 6 ഹൈഡ്രജൻസ് ആയി അല്ലേ. 3 × 2 6 ഹൈഡ്രജൻസ് ആയി. അപ്പോൾ ഇവിടെ 3 അല്ല, ഇപ്പോൾ 6 ആണ്. ഓക്കെ, 6 ഹൈഡ്രജൻസ് ആണ്. അപ്പോൾ നമ്മൾ LHSലും 6 ആക്കണ്ടേ. അപ്പോൾ അതിന് വേണ്ടി ഇതിന് എന്ത് ചെയ്യണം? 3 കൊണ്ട് ഇൻറ്റു ചെയ്താൽ മതി. 3 × 2 6 ആണ്. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ 3 കൊണ്ട് ഹൈഡ്രജനെ ഇൻറ്റു ചെയ്യാം. അവിടെ മിസ് 3 എന്ന് ഇട്ട് കൊടുത്തു. ഓക്കെ, അപ്പോൾ 3H2. അപ്പോൾ ഇനിയിപ്പോൾ നോക്കിക്കേ. നൈട്രജൻ 2 ഹൈഡ്രജൻ 6 ബാലൻസ്ഡ് ആയല്ലേ. N2 + 3H2 2NH3 എന്നതാണ് ഇതിൻ്റെ ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷൻ.
അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ കെമിക്കൽ ഇക്വേഷൻസ് ബാലൻസ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവർക്കും ക്ലിയർ ആയെങ്കിൽ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യണം. പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ ഇതുപോലെയുള്ള ടിപ്സ് ആൻഡ് ട്രിക്കുകളുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.